ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ജേണലിനെ കുറിച്ച് ഒരു വീഡിയോയുമായിട്ടാണ്. ഹൗ ടു റൈറ്റ് ജേണൽ. നമ്മളിൽ പലരും ജേണൽ എഴുതാറുണ്ട്, എഴുതാത്ത ആളുകളുമുണ്ട്. എങ്ങനെയാണ് ഒരു ജേണൽ നമ്മൾ എഴുതുക എന്ന് നോക്കിയാലോ. ജേണൽ എങ്ങനെ നമുക്ക് എഴുതാം? ജേണൽ എഴുതേണ്ടത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് കാര്യങ്ങൾ തുറന്ന് പറയുന്ന പോലെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നാം നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതാം. ഓരോ ദിവസവും നമുക്ക് എഴുതാവുന്നതാണ്. എങ്ങനെയായാലും എഴുതാം. അതിന് പ്രത്യേകിച്ചൊരു ഐഡിയാസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഫുള്ള് നമുക്ക് എഴുതാവുന്നതാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒരു പുസ്തകം എടുത്ത ശേഷം പുതിയ ഒരു പേജ് എടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം എഴുതാം. ഒരുപാട് ടൈപ്പ് ജേണൽസ് ഉണ്ട്. സ്റ്റഡി ജേണൽ, ബിസിനസ് ജേണൽ, റുട്ടീൻ ജേണൽ എന്നിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബുക്കിൻ്റെ ഒരു ഭാഗത്ത് പ്ലാനർ തയ്യാറാക്കാം. പ്ലാനിങ്ങിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം? ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കും വേണ്ട ടിപ്സൊക്കെ എഴുതി വയ്ക്കാം. അതിലൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. നമുക്ക് ഫ്യൂച്ചറിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എഴുതി വയ്ക്കാം. നമ്മുടെ പ്ലാനിങ്സ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എഴുതാം. പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കാവുന്നതാണ്. ഒരു ദിവസത്തെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി നമുക്ക് പോസിറ്റിവിറ്റി ജേണൽ തയ്യാറാക്കാം. അപ്പം ഓരോ സബ്ജക്റ്റിനനുസരിച്ച് നമുക്ക് ജേണൽസിൽ മാറ്റം വരുത്താം. ഇപ്പോൾ കുക്കിംഗ് ജേണൽ എഴുതാം, റൊട്ടീൻ ജേണൽ എഴുതാം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. നാം കുറേ നാളുകൾ മുമ്പ് ചിന്തിച്ച കാര്യങ്ങളും നടന്ന സംഭവങ്ങളും എഴുതി വയ്ക്കാറുണ്ടല്ലോ. നമ്മുടെ മെമ്മറീസ് ഇതിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ കുറേ നാൾ മുമ്പ് ജേണൽസ് എഴുതി വെച്ച ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു മെമ്മറീസ് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സിലുള്ള എന്ത് ചിന്തകളെയും നമുക്ക് പേപ്പറിലേക്ക് എഴുതാവുന്നതാണ്. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ തോട്ട്സും. നമ്മുടെ മനസ്സിൽ നാം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നമ്മൾ ജേണൽ എഴുതുന്ന ബുക്കിൽ നമുക്ക് പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം, കളേഴ്സ് യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് എന്താണോ അതെല്ലാം യൂസ് ചെയ്യാം. നാം രാവിലെ എഴുന്നേറ്റ ശേഷം കുറച്ച് സമയം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ഒരു ദിവസം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആവുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. ഇതിലൂടെ നമ്മുടെ മൈൻഡ് ഹാപ്പി ആവുന്നു. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ജേണൽ ചെയ്ത് നോക്കൂ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കാനെല്ലാം ജേണൽസ് എഴുതാവുന്നതാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലെ പെൻ ഉപയോഗിക്കാം. സാധാരണ ഒരു ബുക്കായാലും മതി. നമുക്കൊരു ജേണൽ എഴുതി നോക്കിയാലോ. ഒരു ബുക്കും പെന്നും എടുത്ത ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇരുന്ന ശേഷം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങൾ എഴുതാം. നമ്മുടെ മനസ്സിലിപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും എഴുതാവുന്നതാണ്. മൈൻഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാം എഴുതാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ എഴുതിയ കാര്യങ്ങളെ ഒന്ന് അറേഞ്ച് ചെയ്യാം. എല്ലാം ഓരോ ഹെഡ്ലൈനാക്കി മാറ്റാം. അടുത്ത പേജിലേക്ക് എഴുതാവുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, എക്സാമ്പിളായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ മൈൻഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതാവുന്നതാണ്. നമ്മുടെ ടെൻഷൻസ് എല്ലാം എഴുതാം. എല്ലാ കാര്യങ്ങളും എഴുതി ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും എഴുതി നമുക്ക് ഓരോ ഹെഡ്ലൈനായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. എല്ലാ ദിവസവും എഴുതാം. ഇതിനായി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എഴുതി മനസ്സ് ക്ലിയർ ആക്കിയ ശേഷം പ്രോബ്ലംസിനുള്ള സൊല്യൂഷനും എല്ലാം നമുക്ക് ഇതിൽ കണ്ടെത്താനാകും. അതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുന്നു, നമ്മൾ ടെൻഷൻ ഫ്രീ ആവുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ ജേണൽ എഴുതുന്നതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.